ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളിന്ന് ഉത്തരാഖണ്ഡത്തിലത്തെ അവസാനത്തെ സർഗമാണ് നമ്മളിന്ന് ചെയ്യാൻ ഭാവിക്കണത്. അപ്പോൾ ആ 9ാം സർഗത്തിലേക്ക് കടക്കാം. ഉത്തരകാണ്ഡം 9ാം സർഗം. ശ്രീ മഹാദേവ ഉവാച ലക്ഷ്മണം തു പരിത്യജ്യ രാമോ ദുഃഖസമന്വിത മന്ത്രിണോ നൈഗമാംശ്ചൈവ വസിഷ്ഠം ചേദമബ്രവീത്. ലക്ഷ്മണം പരിത്യജ്യ, ലക്ഷ്മണനെ പരിത്യജിച്ചിട്ട് ദുഃഖസമന്വിത രാമഃ തു, വളരെ ദുഃഖത്തോടു കൂടിയ രാമനാവട്ടെ മന്ത്രിമാരോടും നൈഗമാൻ, വേദം നിഗമം പഠിച്ചവരാണ് നൈഗമാൻ, വേദം ജ്ഞാനികളോടും വസിഷ്ഠനോടും ഇതം അബ്രവീത് പറഞ്ഞു. അതായത് ലക്ഷ്മണനെ നാട് കടത്തിയെന്നോ അല്ലെങ്കിൽ പറഞ്ഞയച്ചുല്ലോ, അതുകൊണ്ടുണ്ടായിട്ടുള്ള ദുഃഖം കൊണ്ട് രാമൻ പ്രജകളെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരുടെ മധ്യത്തിൽ വെച്ചിട്ട് അവരൊക്കെ കേൾക്കെ മന്ത്രിമാരും പിന്നെ വലിയ ബ്രഹ്മജ്ഞാനികളും വേദം നല്ലോണം അറിയണവരെ വസിഷ്ഠൻ ഇവരോടൊക്കെ പാടെ കൂടി ഭഗവാൻ പറഞ്ഞു. സഭാമധ്യത്തിലാണ്, ഇവരോടാണ് പറഞ്ഞു എന്നാണ് ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയണത്. ശ്രീ മഹാദേവ വാച ലക്ഷ്മണം തു പരിത്യജ്യ രാമോ ദുഃഖസമന്വിതഃ മന്ത്രിണോ നൈഗമാംശ്ചൈവ വസിഷ്ഠം ചേദമബ്രവീത്. 2 അഭിഷേക്ഷ്യാമി ഭരതമധിരാജ്യേ മഹാമതിം അദ്യ ചാഹം ഗമിഷ്യാമി ലക്ഷ്മണസ്യ പദാനുഗ. മഹാമതിം ഭരതം, മഹാബുദ്ധിമാനായിട്ടുള്ള ഭരതനെ അധിരാജ്യേ അഭിഷേക്ഷ്യാമി, ഈ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു ഞാൻ. അഹം ച ലക്ഷ്മണസ്യ പദാനുഗ ഗമിഷ്യാമി, ഞാൻ ലക്ഷ്മണൻ്റെ പാദങ്ങളെ പിന്തുടരുകയാണെന്ന്. ലക്ഷ്മണൻ പോയ പോലെ ഞാനും പോവുകയാണെന്ന്. അത്ര ദുഃഖമുണ്ട്. അപ്പോൾ പറഞ്ഞു ആരെങ്കിലും പിന്നെ രാജാവ് ആരെങ്കിലും വേണ്ടേ. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ അതിബുദ്ധിമാനായിട്ടുള്ള ഭരതനെ രാജ്യാധിപതിയായിട്ട് ഞാൻ അഭിഷേകം ചെയ്യാണ്. ഞാനും എന്നിട്ട് ലക്ഷ്മണൻ്റെ പിന്നാലെ പോവാൻ തന്നെയാണ് വിചാരിക്കണത്. അതായത് എനിക്ക് ഇവിടെ ഇനി ലക്ഷ്മണനെ പരിത്യജിച്ചിട്ട് ഇരിക്കാൻ വയ്യ എന്ന് തന്നെയാണ് പറഞ്ഞത്. അഭിഷേക്ഷ്യാമി ഭരത മധിരാജ്യേ മഹാമതിം അദ്യചാഹം ഗമിഷ്യാമി ലക്ഷ്മണസ്യ പദാനുഗ. 3 ഏവമുക്തേ രഘുശ്രേഷ്ഠേ പൗരജാനപദാസ്തദാ ദ്രുമ ഇവ ഛിന്നമൂല ദുഃഖാർത്ഥാഃ പതിതാ ഭുവി. രഘുശ്രേഷ്ഠേ ഏവ മുക്തേ, ഇങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പൗരജാനപദാഃ, പൗരന്മാരും ജാനപദന്മാരും ഛിന്നമൂലാം ദ്രുമാഹ ഇവ, അതായത് വേര് മുറിച്ചു കളഞ്ഞ വൃക്ഷങ്ങളെ എന്ന പോലെ ഭുവി പതിത, എല്ലാവരും ഭൂമിയിൽ അങ്ങോട്ട് പതിച്ചു ദുഃഖം കൊണ്ടേ. ഭഗവാൻ പോവാ പറഞ്ഞപ്പോൾ രാമചന്ദ്ര പ്രഭു ഇപ്രകാരം പറഞ്ഞപ്പോൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വസിക്കുന്നവരെല്ലാ പ്രജകളും വേര് മുറിച്ച അല്ലെങ്കിൽ വേരറ്റ മരങ്ങളെപ്പോലെ ഭൂമിയിൽ അങ്ങോട്ട് വീണു ദുഃഖം കൊണ്ട്. ശ്രീരാമചന്ദ്ര ഭഗവാൻ പോവുക പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടമാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ എല്ലാവർക്കും. ഏവമുക്തേ രഘുശ്രേഷ്ഠേ പൗരജാനപദാസ്തദാ ദ്രുമാ ഇവ ഛിന്നമൂല ദുഃഖാർത്ഥാഃ പതിതാ ഭൂയി, വേരറ്റ വൃക്ഷങ്ങളെപ്പോലെ അങ്ങോട്ട് വീണു ദുഃഖായിട്ടേ. മൂർച്ഛിതോ ഭരതോ വാപി ശ്രുത്വാ രാമാഭിഭാഷിതം ഗർഹയാമാസ രാജ്യം സ പ്രാഹേദം രാമസന്നിധൗ. സ ഭരത വാ അഭി, ആ ഭരതനും അതെ രാമാഭിഭാഷിതം ശ്രുത്വ, രാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് മൂർച്ഛിത, ബോധം കെട്ടവനായിട്ട് മോഹാലസ്യപ്പെട്ട് രാജ്യം ഗർഹയാമാസ, ആ രാജ്യത്തെ വെറുത്തു. എനിക്ക് രാജ്യം വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ തോന്നി. രാമസന്നിധൗ ഇതം പ്രാഹ, എന്നിട്ട് രാമനോട് പറഞ്ഞു. ഭരതന് അന്ന് 14 കൊല്ലം വൃത്തിയില്ലാങ്ങിട്ട് നന്ദിഗ്രാമത്തിൽ പോയിട്ട്
ശ്രീരാമൻ എങ്ങനെ കാട്ടിൽ ജീവിച്ചോ അതുപോലെ ജീവിച്ച് ഭരിച്ചു. ഇപ്പം അത് കേൾക്കുന്ന വേണ്ട ഭരതന്. രാമൻ ഇങ്ങനെ ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ പോവാന്നേ. രാമൻ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഈ വാക്കുകൾ കേട്ടിട്ട് ഭരതൻ ശരിക്കും മോഹാത്സ്യപ്പെട്ട് വീണു. അത് കഴിഞ്ഞ് നീട്ടിട്ട് രാജ്യത്തെ വെറുത്തിട്ട് ശ്രീരാമസന്നിധിയിൽ ഇപ്രകാരം ഉണർത്തിച്ചു. ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു: മൂർച്ഛിതോ ഭരതോ വാപി ശ്രുത്വാ രാമാഭിഭാഷിതം ഗർഹയാമാസ രാജ്യം സാ പ്രാഹേദം രാമസന്നിധൗ സത്യേന ച ശപേനാഹം ത്വാം വിനാ ദിവി വാ ഭുവി കാമുക്ഷേ രാജ്യം രഘുശ്രേഷ്ഠ ശപേ ത്വൽപാദയോഃ പ്രഭോ. അഹം സത്യേന ശപേ, ഞാൻ സത്യമായിട്ട് ശപഥം ചെയ്യുന്നു. ത്വാം വിന, അങ്ങയെ കൂടാതെ, ദിവി വാ ഭുവി വാ, അതായത് ആകാശത്തോ അതല്ലെങ്കിൽ സ്വർഗത്തിലോ ഭൂമിയിലോ, രാജ്യം ന കാമുക്ഷേ, എനിക്ക് സ്വർഗവും ഭൂമിയും ഒന്നും വേണ്ട അങ്ങില്ലാതെ. രാജ്യം ന കാമുക്ഷേ, രാജ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രഘുശ്രേഷ്ഠ പ്രഭോ ത്വൽപാദയോഃ ശപേ, ഹേ രഘുപതേ പ്രഭോ, അങ്ങയുടെ പാദങ്ങളിൽ തൊട്ട് ഞാനിതാ ശപഥം ചെയ്യുന്നു. എന്താ പറഞ്ഞ്? ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഭരതനെ ഒരിക്കലും രാജ്യം അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ ഹേ രാമചന്ദ്ര പ്രഭോ, എൻ്റെ ജ്യേഷ്ഠ സഹോദര, അങ്ങേ കൂടാതെ സ്വർഗത്തിലാവട്ടെ ഭൂമിയിലാകട്ടെ എനിക്ക് ഈ രാജ്യം ഞാൻ ആഗ്രഹിക്കണില്ല. അങ്ങയുടെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഞാനിതാ ഇത് ശപഥം ചെയ്യുന്നു, എനിക്ക് വേണ്ടാന്ന്. സത്യേന ച ശപേനാഹം ത്വാം വിനാ ദിവി വാ ഭുവി കാമുക്ഷേ രാജ്യം രഘുശ്രേഷ്ഠ ശപേ ത്വൽപാദയോഃ പ്രഭോ. 6-7 ഇമൗ കുശലവൗ രാജൻ അഭിഷിംച സ്വരാഘവ കോസലേഷു കുശം വീരം ഉത്തരേഷു ലവം യഥാ ഗച്ഛന്തു ദൂതാസ്ത്വരിതം ആനയനായ ഹി, കൊണ്ടുവരിക, ആനയനം ചെയ്യാം. അസ്മാകമേതദ്ഗമനം സ്വർവാസായ ശൃണോതു സഹ. രാജൻ രാഘവ ഇമൗ കുശലവൗ അഭിഷിഞ്ചസ്വ. ഹേ രാമചന്ദ്രപ്രഭോ, ഈ കുശലവന്മാരെ അഭിഷേകം ചെയ്താലും ഞങ്ങളെയൊന്നുമല്ല അഭിഷേകം ചെയ്യേണ്ടത്, അങ്ങയുടെ മക്കളായിട്ടുള്ള കോസലേഷു വീരം കുശം ഉത്തരേഷു തഥാലവം. കോസലങ്ങളിൽ വീരനായ കുശനെയും, കോസല രാജ്യങ്ങളിൽ ഉത്തര രാജ്യങ്ങളിൽ അപ്രകാരം ലവനെയും, ശത്രുഘ്നെ ആനയിപ്പാനായിക്കൊണ്ട് ദൂതാഹ ത്വരിതം ഗച്ഛന്തു, ദൂതന്മാർ വേഗം പോട്ടെ ശത്രുഘ്നോട് വരാൻ പറയാൻ. സ്വർവാസായ അസ്മാകം ഏതൽ ഗമനം, സ്വർഗവാസത്തിനായിക്കൊണ്ടുള്ള നമ്മുടെ ഈ യാത്രയെ, അതായത് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണേ. സ്വർഗം എന്ന് പറയുമ്പോൾ ഇവിടെ വൈകുണ്ഠമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സഹ ശൃണോതു, അവൻ കേൾക്കട്ടെ. അപ്പോൾ ഒപ്പം വരുന്നുണ്ടാവുന്ന ഉറപ്പാണേ. ലക്ഷ്മണൻ ഓൾറെഡി പോയി സ്വർഗത്തിലേക്ക്, മീൻസ് വൈകുണ്ഠത്തിലേക്ക്. ഇപ്പോൾ ഇനി രാമനും ഭരതനും പോവുക വെച്ചാൽ തീർച്ചയായിട്ടും ശത്രുഘ്നനും പോകുന്ന അറിയാം. അതുകൊണ്ടാണ് ശത്രുഘ്നോട് വരാൻ പറയണത്. എല്ലാവരും പോയാൽ രാജ്യം ആരാണ് ഭരിക്കുക എന്നുള്ള യാതൊരു ശങ്കയും വേണ്ട. രാമചന്ദ്രപ്രഭോ, ഹേ രാജൻ, ഈ കുശലവന്മാരെ അഭിഷേകം ചെയ്താലും ദക്ഷിണ കോസല രാജ്യത്ത് കുശനെയും ഉത്തര കോസലങ്ങളിൽ, ഈ കോസല രാജ്യത്തിൻ്റെ ദക്ഷിണഭാഗം കുശനും ഉത്തരഭാഗം ലവനും കൊടുത്തിട്ട് അവിടെ അവരെ അഭിഷേകം ചെയ്യണം. ശത്രുഘ്നെ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതന്മാർ ഇപ്പം തന്നെ പോട്ടെ. സ്വർഗവാസത്തിനായിക്കൊണ്ടുള്ള, അതല്ലെങ്കിൽ വൈകുണ്ഠവാസത്തിനായിക്കൊണ്ടുള്ള നമ്മുടെ ഈ യാത്രയെ ശത്രുഘ്നും അറിയട്ടെ. ഇമൗ കുശലവൗ രാജൻ അഭിഷിഞ്ചസ്വരാഘവ കോസലേഷു കുശം വീരം ഉത്തരേഷു ലവം തഥാ ഗച്ഛന്തു ദൂതാസ്ത്വരിതം ശത്രുഘ്നാൻ ആനയനായ ഹി അസ്മാകമേതദ്ഗമനം സുവർസായ ശൃണോതു സാ. 8 ഭരതേനോദിതം ശ്രുത്വാ പതിതാസ്താഹ സമീക്ഷ്യ തം പ്രജാശ്ച ഭയസംവിഘ്ന രാമവിശ്ലേഷകാതരാഹ. ഭരതേന ഉദിതം ശ്രുത്വ, ഭരതനാൽ ഈ പറയപ്പെട്ട വാക്കുകളെ കേട്ടിട്ട്, തം സമീക്ഷ്യ, അവനെ നോക്കിയിട്ട്, ഭരതനെ നോക്കിയിട്ട്,
രാമവിശ്ലേഷകാതരാഹ രാമനെ പിരിയുന്നതിലുള്ള അങ്ങേയറ്റം ദുഃഖിക്കുന്നവരും ഭയസംവിഘ്ന ഇനി എന്താണ് ഭാവി എന്ന് ഭയപ്പെട്ടിരിക്കുന്നവരും താഹ പ്രജാച്ച ആ പ്രജകളും പതിത എല്ലാവരും മോഹാത്സ്യപ്പെട്ട് വീണു. അത്ര ദുഃഖം. ഭരതൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ ഭരതനെ നോക്കിക്കൊണ്ട് ആ പ്രജകളെല്ലാവരും രാമനെ പിരിയുന്നതിലുള്ള ദുഃഖവും ഭയവും ഈ ഭാവി എന്താന്നുള്ളതും സഹിക്കാൻ വയ്യാതെ ഭൂമിയിൽ വീണു ഉരുണ്ടു. ഭരതേനോദിതം ശ്രുത്വാ പതിതാസ്താ സമീക്ഷ്യ തം പ്രജാശ്ച ഭയസംവിഘ്ന രാമവിശ്ലേഷകാതരാഹ. 9, 10, 11 ഒന്നിച്ച്. വസിഷ്ഠോ ഭഗവാൻ രാമമുവാച സദയം വച പശ്യ താതാദരാൽ സർവാഹ പതിതാ ഭൂതലേ പ്രജാഃ താസാം ഭാവാനുഗം രാമ പ്രസാദം കർത്തുമർഹസി ശ്രുത്വാ വസിഷ്ഠവചനം താഹ സമുത്ഥാപ്യ പൂജ്യ ച സസ്നേഹോ രഘുനാഥസ്താഹ കിം കരോമീതി ചാബ്രവീൽ തഥ പ്രാഞ്ജലയ പ്രോജു പ്രജാഭക്ത്യാ രഘുദ്വഹം. ഭഗവാൻ വസിഷ്ഠ, അതായത് ഭഗവാനായ വസിഷ്ഠൻ, വസിഷ്ഠ ഗുരുവാണല്ലോ അവരുടെ, സദയം കുലഗുരുവാണേ. സദയം വചഹ വളരെ ദയോടുകൂടിയ വാക്കുകളെ രാമം ഉവാച രാമനോട് പറഞ്ഞു. ദയ വഴിഞ്ഞൊഴുകുന്ന വാക്കുകൾ പറഞ്ഞു. ആരെ? വസിഷ്ഠൻ രാമനോട്. താതാ ഭൂതലേ പതിതാഹ സർവാ പ്രജാഹ. കഷ്ടം ഹേ മകനെ, അല്ലെങ്കിൽ കുട്ടി, വത്സ എന്നൊക്കെ വിളിക്കുമല്ലോ. ഹേ വത്സ, ഈ ഭൂമിയിൽ ഈ സർവ പ്രജകളും അങ്ങ് പോണ കാര്യം കേട്ടപ്പോൾ ദുഃഖം കൊണ്ട് വീണ് കിടക്കണം ഭൂമിയിൽ. ആ സർവ പ്രജകളെയും ആദരാൽ പശ്യ ഒന്ന് നോക്കിയാലും താസാം ഭാവാനുഗം പ്രസാദം അവരുടെ അഭിപ്രായം അനുസരിച്ച അവർക്ക് ഒരു സന്തോഷം കൊടുക്കൂ, അവരിൽ പ്രസാദിക്കൂ എന്ന് പറയാം. അവരുടെ ആഗ്രഹം അനുസരിച്ച് അവരിൽ പ്രസാദിക്കൂ. കർത്തും അർഹസി, അവരത് അർഹിക്കുന്നുണ്ട്. വസിഷ്ഠവചനം ശ്രുത്വ, വസിഷ്ഠൻ്റെ വാക്കുകളെ കേട്ടിട്ട് താഹ സമുത്ഥാപ്യ പൂജ്യ ച, അവരെ എല്ലാവരെയും വീണ് കിടക്കണവരൊക്കെ എഴുന്നേൽപ്പിച്ച് പൂജിച്ച്, അതായത് അവരെ നല്ലോണം ആദരിച്ച് സസ്നേഹ രഘുനാഥ, വളരെ സ്നേഹത്തോടു കൂടിയ ശ്രീരാമചന്ദ്ര ഭഗവാൻ കിം കരോമി ഇതി താബ്രവീദ് ച, ഞാൻ എന്തു ചെയ്യണം നിങ്ങൾക്ക് സന്തോഷാവാൻ എന്ന് ചോദിച്ചു എന്ന്. കിം കരോമി ഇതി അബ്രവീദ് ച, ഞാൻ എന്ത് ചെയ്യണം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, പ്രസാദിപ്പിക്കാൻ. തതഃ പ്രാഞ്ജലയ പ്രജാഹ, അപ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് ഈ പ്രജകളെല്ലാവരും ഭക്ത്യ രഘുത്തമം പ്രോച്യ, ഭക്തിയോടുകൂടി രഘുത്തമനോട് പറഞ്ഞു. എന്താണ്? വസിഷ്ഠൻ പറഞ്ഞു. വളരെ ദയ വഴിഞ്ഞൊഴുകുന്ന വാക്കുകൾ രാമനോട് പറഞ്ഞു. എന്താ പറഞ്ഞ വസിഷ്ഠൻ? ഹേ രാമ, ഭൂമിയിൽ കണ്ടു അങ്ങ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അതിൻ്റെ ദുഃഖം കൊണ്ട് ഈ ഭൂമിയിൽ വീണ് കിടക്കുന്ന ഈ പ്രജകളെ അങ്ങ് ഒന്ന് കടാക്ഷിക്കുക, എന്നിട്ട് അവരിൽ പ്രസാദിക്കൂ. അവരെ ഒന്ന് കടാക്ഷിച്ച് ഈ വീണ് കിടക്കുന്ന പ്രജകളിൽ ഒന്ന് പ്രസാദിക്കൂ. അവരുടെ അഭിപ്രായം, അവരുടെ ആഗ്രഹം അനുസരിച്ച് അവരിൽ പ്രസാദിക്കണം, അവരത് അർഹിക്കുന്നുണ്ട്. വസിഷ്ഠൻ പറഞ്ഞത് കേട്ടപ്പോൾ ശ്രീരാമൻ അവരെ എഴുന്നേൽപ്പിച്ച് നല്ലോണം ആദരിച്ച് പൂജിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഈ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അവരൊക്കെ നീട്ടു. അപ്പം തന്നെ അവർ 2 കൈകളും കൂപ്പിക്കൊണ്ട് ഭക്തിപൂർവം പ്രജകളെന്ത് ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു. വസിഷ്ഠോ ഭഗവാൻ രാമമുവാച സദയം വചഃ പശ്യ താതാദരാൽ സർവാഹ പതിതാ ഭൂതലേ പ്രജാഃ താസാം ഭാവാനുഗം രാമ പ്രസാദം കർത്തുമർഹസി ശ്രുത്വാ വസിഷ്ഠവചനം താഹ സമുത്ഥാപ്യ പൂജ്യ ച സസ്നേഹോ രഘുനാഥസ്താഹ കിം കരോമീതി ചാബ്രവീദ് തഥ പ്രാഞ്ജലയ പ്രോജുഃ പ്രജാഭക്ത്യാ രഘുദ്വഹം. 12ാമത്തെ ശ്ലോകം വായിക്കാം. ഗന്ധുമിച്ഛസി യത്ര ത്വമനുഗച്ഛാമഹേ വയം അസ്മാകമേഷാ പരമാ പ്രീതിർ ധർമ്മോയമക്ഷയഃ. യത്ര ത്വം ഗന്ധും ഇച്ഛസി, അങ്ങ് പോവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വയം അനുഗച്ഛാമഹേ, ഞങ്ങളും അങ്ങയുടെ കൂടെ വരുന്നുണ്ട്.
ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നുണ്ടെന്ന്. അനുഗച്ഛാമഹേ. അസ്മാകം പരമാപ്രീതി ഏഷ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ആഗ്രഹം എന്താ വെച്ചാൽ അങ്ങ് പോവാൻ തീർച്ചയാക്കിച്ചാൽ ഞങ്ങളും അങ്ങയെ പിന്തുടരാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പരമമായ ആഗ്രഹം ഞങ്ങളുടെ. അയം ധർമ്മ അക്ഷയ. ഈ ധർമ്മം ക്ഷയിക്കാത്തതാകുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ അങ്ങന്ന് എവിടേക്കാ പോവാനാ ഇപ്പം ആഗ്രഹിക്കണ അവിടേക്ക് ഞങ്ങളും കൂടി വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പരമമായിട്ടുള്ള സന്തോഷം. അങ്ങയെ അനുഗമിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഫലം ഉണ്ടല്ലോ, അത് നാശമില്ലാത്ത ഫലമാണ്. ഇവിടെ ഞങ്ങൾ നിന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങയെ പിന്തുടരുന്നത് കൊണ്ടുണ്ടാവുന്ന ഫലം എന്താണ്? ഒരിക്കലും നാശിക്കാത്ത ഫലം. എന്താ? മോക്ഷം. അതുകൊണ്ടാണ് അവർ പറയണത് ഞങ്ങൾ അങ്ങേ പിന്തുടരുകയാണ്, അങ്ങേ പിന്തുടരുന്നതുകൊണ്ടുള്ള ഫലം മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ, മോക്ഷം. ഗന്തുമേച്ഛസി യത്ര ത്വമനുഗച്ഛാമഹേ വയം അസ്മാകമേഷ പരമ പ്രീതിർധർമ്മോയമക്ഷയ. അക്ഷയമായിട്ടുള്ള മോക്ഷം ഞങ്ങൾക്ക് കിട്ടും. പിന്നെന്ത് വേണം? അപ്പം ഞങ്ങൾക്ക് വേറൊന്നും വേണ്ടാന്ന്. 13. തവാനുഗമനേ രാമ ഹൃദ്ഗതാനോ ദൃഢാമതി പുത്രധാരാദിഭി സാർത്ഥമനുയാമോദ്യ സർവഥാ തപോവനം വാ സ്വർഗം വാ പുരം വാ രഘുനന്ദന. രാമ തവ അനുഗമനെ. ഹേ രാമ, അങ്ങയുടെ അനുഗമനത്തിൽ, അതായത് അങ്ങെ പിന്തുടരുന്നതിൽ, ദൃഢാമതി ന ഹൃദ്ഗത. ഞങ്ങൾ തീർച്ചയാക്കിയിരുന്നു, ദൃഢമായ ബുദ്ധി ഞങ്ങൾക്ക് ഹൃദയത്തിലുണ്ട്. പുത്രധാരാദിഭി സാർത്ഥം, പുത്രന്മാരോടും ഭാര്യമാരോടും ഒക്കെ കൂടെ അദ്യ സർവഥാ അനുയാമ, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങേ അനുഗമിക്കുന്നുണ്ട്. തപോവനം വാ, തപോവനത്തിലായെങ്കിലും വേണ്ടില്ല, അതായത് കാട്ടിലെ ആശ്രമത്തിലായാലും വേണ്ടില്ല. സ്വർഗം വാ, സ്വർഗത്തിലായാലും വേണ്ടില്ല. പുരം വാ, പട്ടണത്തിലായാലും വേണ്ടില്ല. ഇവരുറച്ചു, പ്രജകൾ ഉറച്ചിട്ടാ പറയണേ. എന്താ പറയണേ? ഹേ രാമ, അങ്ങയുടെ കൂടെ അങ്ങേ പിന്തുടർന്ന് വരണമെന്ന വിചാരം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ച മോഹമാണ്. അപ്പം അത് അങ്ങേ പിന്തുടരുന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. പുത്രന്മാരും ഭാര്യമാരും അവരൊന്നും ഇട്ട് പോണില്ല, അവരെയും കൂട്ടിയിട്ട് ഞങ്ങളെ സർവപ്രകാര എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങയോട് ഒരുമിച്ച് വരാൻ തീർച്ചയാക്കിയിരിക്കണം. ഞങ്ങളുടെ അത് തീർച്ചയാക്കണം മനസ്സിൽ. അങ്ങയുടെ കൂടി ഞങ്ങളുടെ കുടുംബത്തോടും കൂടി, ഭാര്യമാരോടും മക്കളോടും കൂടി അങ്ങേ പിന്തുടരാൻ ഞങ്ങൾ തീർച്ചയാക്കിയിരുന്നു. ഹേ രഘുനാഥ, അങ്ങന്ന് തപോവനത്തിൽ താമസിച്ചാലും വേണ്ടില്ല, അതായത് കാട്ടിൽ പോയിട്ടേ ഈ ആശ്രമങ്ങളിൽ താമസിച്ചാലും വേണ്ടില്ല. സ്വർഗത്തിൽ പോയി അങ്ങ് തപോവനത്തിലേക്ക് പോവുകയാണെങ്കിലും ഞങ്ങളുണ്ട്, സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിലും ഞങ്ങളുണ്ട്. അല്ല ഇനി കുറച്ചപ്പുറത്തെ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിലും ഞങ്ങൾ എവിടേക്കാണ് അങ്ങ് പോണത് അവിടേക്ക് ഞങ്ങളെയും കൊണ്ടുപോവാതെ പറ്റില്ല. ഞങ്ങൾ അങ്ങയുടെ കൂടെ വരാൻ തീർച്ചയാക്കിയിരിക്കുന്നു. തവാനുഗമനേ രാമ ഹൃദ്ഗതാനോ ദൃഢാമതി പുത്രധാരാദിഭി സാർത്ഥം അനുയാമോദ്യ സർവഥാ തപോവനം വാ സ്വർഗം വാ പുരം വാ രഘുനന്ദന. എവിടേക്കായാലും വരുന്നുണ്ടെന്ന്. ഇനി 14. ജ്ഞാത്വാ തേഷാം മനോദാർഢ്യം കാലസ്യ വചനം യഥാ ഭക്തം പൗരജനം ചൈവ ബാഠമിത്യാഹ രാഘവഃ. തേഷാം അവരുടെ മനോദാർഢ്യം, അവരുടെ ഈ മനസ്സിൻ്റെ തീർച്ച ഉണ്ടല്ലോ, ആ ദൃഢമായിട്ടുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പിന്തുടരുന്ന ഉറപ്പുണ്ടല്ലോ, അത് കാലസ്യ യഥാ വചനം, കാലൻ്റെ ആ വചനത്തെയും ഭക്തം പൗരജനം ച ഏവ ജ്ഞാത്വ, ഭക്തിയോടുകൂടിയ ഈ പൗരജനത്തെയും അറിഞ്ഞിട്ട് രാഘവൻ ബാഠം ഇതി ആഹ ഇങ്ങനെ പറഞ്ഞു. അവരുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത് അവർ ഭഗവാന്റെ കൂടെ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാലൻ വന്ന് പറഞ്ഞതും ഇപ്പം ഈ പ്രജകളുടെ അതിയായിട്ടുള്ള തന്നോടുള്ള ഭക്തിയും അറിഞ്ഞിട്ട് രാമചന്ദ്ര ഭഗവാൻ അവരുടെ പ്രാർത്ഥനയെ സ്വീകരിച്ചു എന്നോളാൻ പറയാണ്. കാരണം നിവൃത്തിയില്ല, ഇതിൻ്റെയൊക്കെ അവസാനമാവാറായി എന്ന് പറഞ്ഞുല്ലോ. കാലൻ വന്നിട്ട് അങ്ങേക്ക് മടങ്ങി പോവാറായി എന്ന് പറഞ്ഞു കാലൻ ഇല്ലേ. അപ്പം പിന്നെ ഇനി പൂവന്നെ പറ്റുള്ളൂ, അവതാരോദ്ദേശം കഴിഞ്ഞു. എന്നാൽ അപ്പം അത് അവർ പറഞ്ഞ പോലെ അവരുടെ പ്രാർത്ഥനയെ അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. ബാഠം ഇതിയാഹ,
ശരിയെന്ന് പറഞ്ഞു. ജ്ഞാത്വാ തേഷാം മനോദാർഢ്യം കാലസ്യ വചനം യഥാ ഭക്തം പൗരജനം ചൈവ ബാഠമിത്യാഹ രാഘവ. 15. കൃത്വൈവ നിശ്ചയം രാമസ്തസ്മിന്നേവാഹനി പ്രഭു പ്രസ്ഥാപയാമാസ ച തൗ രാമഭദ്രകുശീലവൗ. പ്രഭും രാമ, അങ്ങനെ രാമചന്ദ്ര പ്രഭു നിശ്ചയം കൃത്വ ഏവ, നിശ്ചയിച്ചിട്ടു തന്നെ, തസ്മിൻ അഹനി ഏവ, അന്നു തന്നെ, ആ പകല്, അന്നു തന്നെ, ആ ദിവസത്തിൽ തന്നെ, അതാണ് പകലാണല്ലോ അഹ, തസ്മിൻ അഹനി, ആ പകലു തന്നെ, ആ ദിവസത്തിൽ തന്നെ, തൗ കുശീലവൗ, ആ കുശലവന്മാരെ രാമഭദ്രൻ പ്രസ്ഥാപയാമാസാച്ച പുറപ്പെടുവിച്ചു. അതായത് എല്ലാം. അപ്പം ഈ രാമചന്ദ്ര പ്രഭു ഇങ്ങനെ നിശ്ചയിച്ച ശേഷം സ്വന്തം പുത്രന്മാരായ ആ കുശലവന്മാരെ ആ ദിവസം തന്നെ പുറപ്പെടുവിച്ചു. ഇനി എന്താന്ന് പറയാട്ടോ. കൃത്വൈവ നിശ്ചയം രാമസ്തസ്മിന്നേവാഹനി പ്രഭു പ്രസ്ഥാപയാമാസ ച തൗ രാമഭദ്രകുശീലവൗ അഷ്ടൗരഥസഹസ്രാണി സഹസ്രം ചൈവദന്തിനം. അതായത് ഇവർക്ക് പോവാനേ ഇത്രനവധി ആൾക്ക് പോകണമെങ്കിൽ രഥങ്ങളോ എന്തെങ്കിലും വാഹനങ്ങളൊക്കെ വേണ്ടിയിരുന്നല്ലോ. അപ്പം അതൊക്കെ ശരിയാക്കാനേ, അതായത് പിന്നെ റെഡിയാക്കാൻ. അഷ്ടൗരഥസഹസ്രാണി സഹസ്രം ചൈവദന്തിനാം ഷഷ്ടിം ചാശ്വസഹസ്രാണാം ഏകൈകസ്മൈ ദദൗ ബലം. എന്നിട്ട് അവർക്ക് മാത്രമല്ല ഈ പിന്നെ എന്താണ് സോറി കേട്ടോ, അതല്ല ഈ കുശലവന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ രാജ്യത്തെ എല്ലാ സൈന്യങ്ങളും ഒക്കെ കൊടുക്കണമല്ലോ. അഷ്ടൗ രഥസഹസ്രാണി 8000 തേരും, ദന്തിനാം സഹസ്രം ച 1000 ആനകളും, അശ്വസഹസ്രാണാം ഷഷ്ടിം ച 60000 കുതിരയുമുള്ള ബലം സൈന്യത്തെ ഏകൈകസ്മൈ ഓരോരുത്തർക്കും കൊടുത്തു. അതായത് ഉത്തരകോസലം അല്ല, ദക്ഷിണകോസലത്തിൽ ഒരാൾ ഭരിക്കണു, ഉത്തരകോസലത്തിൽ ഒരാൾ. അപ്പോൾ ദക്ഷിണകോസലത്തിൽ കുശനും ഉത്തരകോസലത്തിൽ ലവനും എന്നൊക്കെ പറഞ്ഞൂല. അപ്പോൾ രണ്ട് രാജ്യം പോലെയാണ് ഭരിക്കണത്. അപ്പോൾ രണ്ടാൾക്കും 8000 തേര, 1000 ആന, 60000 കുതിര, അങ്ങനെയുള്ള ചതുരംഗ സൈന്യത്തെ ഓരോരുത്തർക്കും കൊടുത്തു. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. പോവാൻ റെഡിയാവുകയാണ്. അഷ്ടൗരഥ സഹസ്രാണി സഹസ്രം ചൈവദന്തിനാം ഷഷ്ടിം ചാശ്വ സഹസ്രാണാം ഏകൈകസ്മൈ ദദോ ബലം. ഓരോരുത്തർക്കും കൊടുത്തു അത്രയും. എത്ര? 8000 തേരും, 1000 ആന, 60000 കുതിരയും ഓരോ കുശനും ലവനും കൊടുത്തു. ബഹുരത്നൗ ബഹുധനൗ ഹൃഷ്ടപുഷ്ട ജനാവൃതൗ അഭിവാദ്യഗതൗ രാമം കൃച്ഛേണ തു കുശീലവൗ. ബഹുരത്നൗ ധാരാളം രത്നങ്ങളും, ബഹുധനവും ധാരാളം സമ്പത്തും, ഹൃഷ്ടപുഷ്ട ഹൃഷ്ടപുഷ്ട ജനാവൃതവും സന്തോഷിച്ചും വളരെ നല്ല ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്ന ജനങ്ങളാൽ ചുറ്റപ്പെട്ടവരുമായ കുശലവൗ കുശനും ലവനും രാമം അഭിവാദ്യ രാമനെ അഭിവാദ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ വന്ദിച്ചിട്ട് കൃച്ഛേണ ഗതൗ പ്രയാസപ്പെട്ട് അവിടെ നിന്ന് പോയി. എന്താ അറിയോ, അനവധി രത്നങ്ങളും ധാരാളം ധനവും സന്തോഷിച്ചും അഭിവൃദ്ധിയെ പ്രാപിച്ചുമിരിക്കുന്ന ജനങ്ങളാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്ന കുശലവന്മാർ രാമനെ വന്ദിച്ചിട്ട് പിരിഞ്ഞു പോകാനുള്ള ആ ദുഃഖം കൊണ്ട് വളരെ പ്രയാസത്തോടു കൂടി ഗമിച്ചു എന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ നിർത്തിയിട്ട് നാളെ ബാക്കി ചെയ്യാം. അതായത് കുശലവന്മാരെ ഉത്തരകോസലത്തിലേക്കും ദക്ഷിണകോസലത്തിലേക്കും പറഞ്ഞയച്ചു ചതുരംഗ സൈന്യത്തോട് കൂടിയിട്ട്. അവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.